എന്റെ പ്രാർത്ഥനകളും ഭഗവാൻ ശ്രീകൃഷ്ണന്റെ മുമ്പിൽ തന്നെയായിരുന്നു. അപ്പൊ രൂപം മാത്രമല്ല, സ്വരവും പ്രവൃത്തികളും എന്തിന് ഭക്തി പോലും ഒരുപോലെയാണ്. സങ്കടങ്ങൾ പറഞ്ഞ് അച്ഛൻ്റെ നെഞ്ചിലേക്ക് വീഴുമ്പോ അച്ഛൻ പറയാറില്ലേ, ഭാഗ്യത്തിന്റെ ഒരു വര നിന്റെ തലയിൽ എവിടെ കിടക്കുന്നുണ്ടെന്ന്. അതൊരിക്കൽ തെളിഞ്ഞു വരുമെന്ന്. ഇപ്പൊ അത് ബോധ്യമായില്ല എന്റെ കുട്ടിക്ക്. എന്തെങ്കിലും ഒരിക്കല് ഒരാളിങ്ങനെ തെരഞ്ഞു വന്ന എന്താ ചെയ്യാന്ന് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. വിട്ടുകൊടുക്കില്ലെന്ന അപ്പോഴൊക്കെ മനസ്സ് പറഞ്ഞത്. പക്ഷെ ശ്യാമ മേഡം പറഞ്ഞത് വിട്ടുകൊടുക്കാനല്ല, കൂടെ നിർത്താനാ. അമ്മയ്ക്ക് പരാതിയില്ല, സന്തോഷമേ ഉള്ളൂ. കേട്ടോ മോളെ? തിരുമേനി, എന്റെ ജന്മം പൂർണ്ണമായത് ഇപ്പോഴാ. അതിനുള്ള കാരണക്കാരൻ അങ്ങ്. അതെ, ഞാൻ എന്തെങ്കിലും തന്നാ കഴിക്കുമല്ലോ അല്ലേ? എന്റെ മോള് നിന്ന വീടല്ലേ, അവള് കഴിച്ചിരുന്ന ഭക്ഷണമല്ലേ. കാര്യമായിട്ടുള്ള എന്തെങ്കിലും കഴിച്ചിട്ടേ ഞാൻ പോകുന്നുള്ളൂ. മോളെ, അമ്മയുടെ അടുത്ത് തന്നെ ഇരുന്നു. ഞാൻ പോയി എന്തെങ്കിലും ശരിയാക്കട്ടെ. ശരി അമ്മ. അമ്മ അമ്മ വന്ന് ഞാനൊരിടം കാണിച്ചു തരാം. അച്ഛാ, അമ്മയെക്കുറിച്ചോർത്ത് ഞാൻ കരഞ്ഞ കണ്ണീരൊക്കെ ദേ ഈ തറയിലാ വീണത്, എന്റെ ഭഗവാന്റെ മുൻപില്. മോളെ, ഒരുപാട് രാത്രികൾ ഇവിടെ ഇരുന്ന് വെളുപ്പിച്ചിട്ടുണ്ട്. അനാഥയാണെന്നുള്ള ആക്ഷേപങ്ങൾ കേട്ട നിമിഷം മുതൽ എല്ലാം ഇവിടെ തന്നെയായിരുന്നു. അപ്പോ ഞാനെന്റെ അമ്മയെ ഭഗവാന്റെ മുന്നിൽ കൊണ്ട് നിർത്തണ്ടേ? ഭഗവാൻ എന്റെ സങ്കടം തീർത്തു തന്നു എന്ന് പറയണ്ടേ? എനിക്കിപ്പോഴും നല്ല ഓർമ്മയുണ്ട് മാഡം. എൻ്റെ അമ്മയാണ് ആദ്യമായി അനാഥയാണെന്നുള്ള കാര്യം ഇവളോട് പറഞ്ഞത്. ആദ്യം ഇവൾക്കത് വിശ്വസിക്കാൻ പറ്റിയില്ല. പിന്നെ പതുക്കെ ഞങ്ങളുടെ മൗനത്തിലൂടെ ഇവളതറിഞ്ഞു. അന്ന് ഇവള് പൂജാമുറിയിൽ ഭഗവാന്റെ മുന്നിൽ കാണിച്ചൊരു പരാക്രമമുണ്ട്.
നെറ്റിത്തടം പൊട്ടുന്നവരെ തലയിടിച്ച് കരഞ്ഞോള്. അന്ന് മുതൽ വിഷമിക്കാൻ തുടങ്ങിയതാ എൻ്റെ കുട്ടി. എന്റെ പ്രാർത്ഥനകളും ഭഗവാൻ ശ്രീകൃഷ്ണന്റെ മുമ്പിൽ തന്നെയായിരുന്നു. അപ്പൊ രൂപം മാത്രമല്ല, സ്വരവും പ്രവൃത്തികളും എന്തിന് ഭക്തി പോലും ഒരുപോലെയാണ്. ഇതൊക്കെ ദൈവം കാണിച്ചു തരുന്ന തെളിവാ. ഭഗവാനെ, എന്റെ മകൾക്കും അവളുടെ അമ്മയ്ക്കും ദീർഘായുസ് കൊടുക്കണേ. എടാ, നീ ആ വക്കീലിനെ പോയി കണ്ടിരുന്നോ? കണ്ടായിരുന്നു. കാര്യം പറയുകയും ചെയ്തു. അയാൾക്ക് നിങ്ങൾ കാശ് കൊടുത്തത് ഡിവോഴ്സ് കേസ് വാദിക്കാനാ. മയക്കുമരുന്നിലകപ്പെട്ടവരെ രക്ഷിക്കാൻ അയാൾക്ക് പറ്റില്ല എന്ന് പറഞ്ഞു. ദുഷ്ടൻ. കയ്യിലുണ്ടായിരുന്ന കാശ് മുഴുവൻ വാങ്ങിച്ചെടുത്തിട്ട് അവൻ നശിച്ചു പോകത്തേ ഉള്ളൂ. എടാ, ഞങ്ങളെ ഇവിടുന്ന് ഇറക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ? നിന്നോടല്ലാതെ വേറെ ആരോടും പറയാനില്ല. ഇതിനകത്തെ അവസ്ഥ മോശമാ മോനെ. ഞാനും അവളും തല്ലുകൊണ്ട് മടുത്തു. എടാ, ഞങ്ങളെ കിടത്തിയിരിക്കുന്ന മുറിയിലെ വേറെ 2-3 പേരും കൂടെ ഉണ്ട്. മിണ്ടിക്കഴിഞ്ഞ തല്ല. മുത്തശ്ശി മിണ്ടുന്ന അങ്ങനെയായിരിക്കും. ഇതൊക്കെ ദൈവശാപ മുത്തശ്ശി. മുത്തശ്ശി ആ രാധികയോട് ചെയ്തു കൂട്ടിയതൊക്കെ ഞാൻ അറിഞ്ഞു. അതിനൊക്കെ എങ്ങനെയാ ശിക്ഷ കിട്ടാതിരിക്കുക? നീ ഞങ്ങളെ രക്ഷിക്കാൻ വന്നതാണോ അതോ ശിക്ഷിക്കാൻ വന്നതാണോ? ഉള്ള കാര്യം പറയാലോ മുത്തശ്ശി. പ്രിയങ്ക അഭിനയിക്കാൻ നടക്കുന്നതിനൊക്കെ ഞാൻ കൂട്ടു നിൽക്കുന്നുണ്ട് എന്ന് കരുതി നിങ്ങൾ ചെയ്യുന്ന എല്ലാ വൃത്തികേടുകൾക്കും ഞാൻ കൂട്ടിയിരിക്കുമെന്ന് പ്രതീക്ഷിക്കണ്ട. നീ ഒരു പുണ്യാളൻ. എടാ, എന്റെ മോളുടെ കയ്യിൽ നിന്ന് നീ തട്ടിപ്പറിച്ചെടുത്ത കാശുണ്ടായിരുന്നെങ്കിലേ ഞങ്ങളിപ്പോ കോടീശ്വരരായിട്ട് ജീവിക്കുമായിരുന്നു. തെമ്മാടിത്തരം ചെയ്ത നീയാ ഇപ്പൊ ഞങ്ങളെ ഉപദേശിക്കാൻ വന്നിരിക്കുന്നത്. വൃത്തികെട്ടവൻ. എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞോ, എനിക്കൊരു കുഴപ്പമില്ല. പക്ഷെ ഇതിനകത്ത് കിടന്നിട്ടെങ്കിലും ഈ സ്വഭാവം ഒന്ന് മാറ്റിയെടുത്താൽ മതി. എന്റെ സ്വഭാവത്തിന് ഒരു കുഴപ്പമില്ലടാ. ഇവിടെ നിന്നല്ല, ലോകത്തെവിടെ ചെന്നാലും സുകുമാരിക്ക് നിലനിൽക്കാൻ അറിയാം. ഞാനും എന്റെ പ്രിയങ്കമോളും ഇവിടുന്ന് പുറത്തിറങ്ങട്ടെ, ഒരെണ്ണത്തിനെ വെറുതെ വിടില്ലല്ലോ ഞങ്ങള്.